വീഡിയോസിൽ ക്വാളിറ്റിയിൽ നമ്മൾ അത് ചെയ്യുന്ന കോണ്ടന്റിൽ നമ്മൾ കുറച്ചുകൂടെ വെറൈറ്റി ഓരോ സാധനങ്ങൾ ചെയ്യാൻ നോക്കും. All the dreams like twinkle stars. അല്ല ഒന്നുമില്ല, അങ്ങോട്ട് നോക്കി ഞാൻ കൺസിസ്റ്റൻസി ബെറ്റർ. ഓ അവിടെ എന്നെ നോക്കുന്നില്ല, പിന്നെ നോക്കുന്നവർക്ക് ഞാൻ പറയട്ടെ. ഫുഡ് തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ ആരായിരിക്കും പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാൽ? സവിനാണ് ഞാൻ കൈ ചൂണ്ടണം നമ്മൾ. അത് ശരിയാട്ടോ. സവിൻ ചേട്ടൻ തന്നെയാണ്. അതായത് പുള്ളിക്ക് എനർജി വേണം അടുത്ത സീനിലുള്ള കഴിക്കുന്നത്. നമ്മള് കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി ആദ്യത്തെ പുള്ളിയായിരിക്കും. ആണ്. എന്റെ കൂടെ എന്നെക്കാലം മുമ്പേ കാണും. അതെ വിനായകനും ഒരാളെ ഓടുന്നതാണ് നമുക്ക് പ്രചോദനമായത്. നമ്മൾ കൂടെ ഓടി തുടങ്ങി. ഇപ്പം നിങ്ങൾക്ക് കുറച്ചൊരു സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെറ്റിൽ നിന്ന് ഒരാളെ മാറ്റണം എന്നുണ്ടെങ്കിൽ ആരെയായിരിക്കും മാറ്റുക? അലൻ. അല്ല പക്ഷെ അലൻ ആക്റ്റീവ് ആണല്ല, അതുകൊണ്ട് മാറ്റാൻ പറയുന്നത്. ഒച്ചയും ബഹളം അതുകൊണ്ടാ പറഞ്ഞു തന്നെ നിന്നെ പറയാൻ വേണ്ടി. സംസാരിക്കുന്ന കേട്ടായിരുന്ന പതുക്കെ പറയുന്നേ. അത് ആളടുത്ത ക്വസ്റ്റ്യൻ പറയുമ്പോ അവള് സംസാരിച്ചോണ്ടിരിക്കുന്നു. അല്ല ഇങ്ങനെ ഡെപ്ത് ഉള്ള പോലത്തെ ക്യാരക്ടേഴ്സ് കേട്ടു. കിണറ്റി ഇറങ്ങി അഭിനയിച്ച്. അപ്പൊ വിനായകും ഹാഷിറിനുമാണ് ഡയറക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത്, അലനില്ല, അജിനുമില്ല. ഇവര് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ. അപ്പൊ നിങ്ങളുടെ ഒരു ടൈപ്പ് ഓഫ് ഒരു സിനിമ എങ്ങനെയായിരിക്കും? ഒന്നുമില്ലേ, മൾട്ടിപ്പിൾ ജേണേഴ്സും ട്രൈ ചെയ്യും പുള്ളിക്കാരൻ. ഓക്കെ, ഹാഷിറോ? റോംകോം. നമ്മുടെ ഫോളോവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു സ്റ്റാർ ആക്കാൻ പറ്റും ഓവർ നൈറ്റ്. ഇപ്പം നല്ല കണ്ടന്റ് ഒക്കെ ഇറങ്ങുമ്പോൾ വൈറലായിട്ട് അങ്ങനെയൊക്കെ നമുക്ക് വലിയ ചേഞ്ചസ് പെട്ടെന്ന് വരാനുണ്ട്. അപ്പം ഡസ് ദാറ്റ് മേക്ക് യു കുറച്ചും കൂടി നിങ്ങളുടെ വർക്കിൽ കുറച്ചും കൂടി ബെറ്റർ ആക്കുന്നുണ്ടോ? ഈ പറഞ്ഞ ആ ഒരു കമ്മിറ്റ്മെന്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ നിങ്ങളെ കൂടുതൽ നല്ല റൈറ്റേഴ്സും ഡയറക്ടേഴ്സും അല്ലെങ്കിൽ ആക്ടേഴ്സും ഒക്കെ മാറ്റുന്നുണ്ടോ അവര്? കാരണം കൂടുതൽ നല്ല കമന്റ്സ് കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ ഇത് വരുവാണ്. ഉറപ്പായിട്ടുണ്ട്. എല്ലാ വീഡിയോയിലും നമുക്ക് ആ ഒരു ഇത് വരും. ഞങ്ങൾ തന്നെ അറ്റ്ലീസ്റ്റ് വൺസ് എ വീക്ക് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ മുതൽ എടുത്ത് കാണും. 1 മണിക്കൂറൊക്കെ ഞങ്ങളുടെ വീഡിയോ കുത്തിരുന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കാണും വെറുതെ. അപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാം നമ്മുടെ കട്ട്സിൻ്റെ ഡിഫറൻസ്, നമ്മുടെ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഡിഫറൻസ്, നമ്മുടെ അഭിനയത്തിൻ്റെ ഡിഫറൻസ് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം ഞാൻ 2-3 വർഷം മുന്നേ ചെയ്ത ഷോർട്ട് ഫിലിമൊക്കെ ഇരുന്ന് ഞാൻ പോലും കാണാറില്ല, അത്ര ബോറാത്. അപ്പോൾ ആ ഒരു ഗ്രോത്ത് ഭയങ്കരമായിട്ടുണ്ട്. റീൽസ് എന്ന് പറഞ്ഞാൽ നമ്മളറിയാതെ ഞങ്ങളെല്ലാവരും അപ്ഡേറ്റഡ് ആവുന്നുണ്ട്. അപ്പം ഞങ്ങൾ ആഴ്ചയിൽ 1 വീഡിയോ 2 വീഡിയോ ചെയ്യുമ്പോൾ നമ്മളറിയില്ല. പക്ഷേ 1 വർഷം മുന്നത്തൊക്കെ ഞങ്ങൾ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ആ ചേഞ്ച് ഫീൽ ചെയ്യും. ആ ഒരു മാറ്റം, അത്രയും നല്ല കമൻസും കാര്യങ്ങളും വരുമ്പോൾ ഞങ്ങൾ ഭയങ്കര റെസ്പോൺസിബിൾ ആവാറുണ്ട്. അത് താഴെ പോവാതെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള, കാരണം താഴെ പോയാൽ ആ നെഗറ്റീവ് വരാൻ അപ്പം വീഡിയോസിൽ ക്വാളിറ്റിയിൽ നമ്മൾ അത് ചെയ്യുന്ന കോണ്ടന്റിൽ നമ്മൾ കുറച്ചുകൂടെ വെറൈറ്റി ഓരോ സാധനങ്ങൾ ചെയ്യാൻ നോക്കും. അല്ല ഒന്നുമില്ല, അങ്ങോട്ട് നോക്കി. ഓക്കെ, അപ്പം ഓഡിയൻസ് ആണ് നമുക്കെല്ലാം. അപ്പൊ അവർക്ക് വേണ്ടത് നമ്മളിങ്ങനെ ഓരോന്ന് നല്ല കോണ്ടന്റ് ആയാലും നല്ല സാധനങ്ങൾ എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിലാണ് കാര്യം. കൺസിസ്റ്റൻസി ആണ്. അത് പറയല്ലേ, കണ്ടന്റ് ആണോ കോണ്ടന്റ് ആണോ? അപ്പൊ ഞാനത് പറയാം, കണ്ടന്റ്. അപ്പൊ അത് ഇങ്ങനെ കൺസിസ്റ്റൻസി ബെറ്റർ. എന്നെ നോക്കുന്നില്ല, പിന്നെ നോക്കുന്നവർക്ക് ഞാൻ പറയട്ടെ. ഞാൻ ഒരു സെക്കൻഡ് അല്ല അടുത്ത ക്വസ്റ്റ്യൻ നോക്കാൻ വേണ്ടിട്ട് നോക്കിയത്. അങ്ങോട്ട് ചോദിച്ചോട്ടെ. അല്ല, നേരത്തെ ചോദിച്ച സെയിം ചോദ്യം. പിന്നെയൊക്കെ എത്രയോ ഇരട്ടി ഫോളോവേഴ്സ് ഉള്ളൊരു ക്രിയേറ്റർ എന്ന നിലയ്ക്ക് നേരത്തെ ചോദിച്ച സെയിം സാധനം, എങ്ങനെയാണ് ഫെയിം തലക്കി പിടിക്കാതെ ഫെയിം മാനേജ് ചെയ്ത് പോകുന്നത്? നല്ലൊരു ചോദ്യം, ആരും ചോദിച്ചിട്ടില്ല. അല്ല, ഞാൻ നേരത്തെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, പിന്നെ ഗ്യാപ്പ് കിട്ടിയില്ല ചോദിക്കാൻ. അതെനിക്ക് തോന്നുന്നു ഞങ്ങളിപ്പോ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാനും ആനന്ദാണ് നമ്മുടെ ക്യാമറമാൻ. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കേണ്ടായി, ഇതിനെപ്പറ്റി വെറുതെ ഇങ്ങനെ സംസാരിക്കേണ്ടായി. അപ്പം എന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഞാനിപ്പോ ഓൾമോസ്റ്റ് ഒരു 7 years ആയി ഈ ഒരു കാര്യങ്ങൾ ചെയ്യണു. അതായത് ഞാൻ റേഡിയോ, അതെ അങ്ങനെ ഇല്ല കേട്ടോ, ഞാൻ 3 years ഞാൻ റേഡിയോയിൽ RJ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ടെലിവിഷനിൽ ഇപ്പൊ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അന്ന് മുതൽ തന്നെ ഞാൻ സിനിമ കുറച്ച് 5 സിനിമയൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ കണ്ടന്റ് ക്രിയേഷൻ ആയിട്ടൊക്കെ ഇങ്ങനെ പോണത്. അപ്പം എനിക്ക് ഒരിക്കലും ഒരു ഓവർനൈറ്റ് അല്ല എനിക്ക് ഒന്നും നന്നായിട്ടുള്ളത്. ഞാൻ 9th പഠിക്കുമ്പോൾ മുതലാണ് ആങ്കറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനം ഒന്നും ഒരുപക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റെപ്പും പതുക്കെ വർഷങ്ങളെടുത്ത് വന്നുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഒരു വാല്യൂ ഭയങ്കരമായിട്ട് അറിയാം.
അപ്പൊ ഒരിക്കൽ പോലും ഒരാൾ നല്ലതാന്ന് പറയുമ്പോൾ അവിടെ അഹങ്കാരത്തിനേക്കാൾ കൂടുതലായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ എത്ര കാലം എടുത്തിട്ടുണ്ടായതാണെന്നുള്ളതും ഒരുപക്ഷെ അത് എത്ര എളുപ്പത്തിൽ പോകും എന്നുള്ളൊരു അവയർനെസ് എവിടെ ചെറുതായിട്ടുണ്ട്. അപ്പം ഒരിക്കലും അത് നമ്മളെ ബാധിക്കില്ല. ഇപ്പം നെഗറ്റീവ്സ് പറയുമ്പോൾ അത് നമ്മളെ ബാധിക്കില്ല അധികം. കൂടുതൽ നല്ലത് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഒരിക്കലും ഇത്രയും അപ്രിസിയേഷൻ പണ്ട് കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടുമ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ആ ഒരു ചെറിയ കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് ഇന്ന് ഏറ്റവും കൂടുതലുള്ളത്. അഹങ്കരിക്കാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നാറില്ല പലപ്പോഴും. അങ്ങനെയാണ് അതിന്റെ ഒരു കാര്യം. അങ്ങനെ യെസ്. അപ്പൊ ഇനി അടുത്ത ചോദ്യം. ഇനി നിങ്ങൾ പ്ലാനഡ് ആയിരുന്നു ആരെയും ചോദിച്ചിട്ടുണ്ടോ? ഇത്രയും കറക്റ്റ് ശ്വാസം എക്സ്ക്ലൂസീവ് ആണ് പുള്ളിക്കാരി പറഞ്ഞു. അതെന്താ തമാശ പറഞ്ഞാൽ അതിനെന്താ കുഴപ്പമൊന്നുമില്ല. ഇല്ല പറഞ്ഞില്ലേ? ഇല്ല, ഇത് നമ്മള് എപ്പോഴും ഇങ്ങനെ തന്നെ സോളോട്ടോ വയനാടേക്ക് പറഞ്ഞ സമയത്ത് ഓക്കെ. ഇപ്പം ആസ് എ ഡയറക്ടർ എനിക്ക് പറയണമെന്ന ആഗ്രഹമുള്ള ഒരു കഥകളോ അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് കാര്യങ്ങളാണ് അഗെയിൻ ഇതിൽ ഇങ്ങനെയും ചോദിക്കാൻ പറ്റും തോന്നുന്നു. അതായത് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള സിനിമകളുടെ ഭാഗമാകണം എന്നാണോ, അല്ലെങ്കിൽ സിനിമ ഇസ് പ്യൂർലി ഒരു എന്റർടൈൻമെന്റ് ആണ്? അങ്ങനെ എനിക്ക് ഒരിക്കലും ഒരു വിശ്വാസമില്ല. ഞാൻ അങ്ങനെ ഒരു പേരിന്റെ പുറത്തുമല്ല ഇവിടം വരെ എത്തിയത്. എന്തായാലും നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ സിനിമ ചെയ്യണം ഇങ്ങനത്തെ സിനിമ ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ എത്തിയത്. അല്ല ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയില്ല. അപ്പം അത് എനിക്ക് അങ്ങനെ സിനിമകൾ ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമേ അത് അറിയത്തുള്ളൂ അത് എന്ത് തന്നെ സിനിമയാണെന്ന്. മുന്നോട്ട് പോകുമ്പോഴേ അത്, ഇപ്പം ഞാൻ അതിനെപ്പറ്റി പറയാനോ. ഇപ്പൊ ആക്ടേഴ്സ് പ്രത്യേകിച്ചും നിങ്ങൾക്കുള്ള ഒരു സാധനം എന്താ വെച്ചാൽ നിങ്ങൾ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആൾക്കാരുടെയും ചിന്തയാവട്ടെ, അവർ കാണുന്ന കാര്യങ്ങളാവട്ടെ, ഒരു പക്ഷെ അവർ മേടിക്കുന്ന സാധനങ്ങൾ പോലും ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവ് ഇവിടെ ഉള്ള എല്ലാവർക്കും ഉണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു പവർ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ പോലെ അതൊരു സിനിമ പ്യൂർലി എന്റർടൈൻമെന്റ് മാത്രമായാൽ മതി എന്നാണോ നിങ്ങളുടെ ഒരു തോട്ട്, അല്ലെങ്കിൽ അതിൽ നമ്മൾക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എന്നാണോ? സിനിമ ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ആവുന്ന ഒരു കാര്യമാണ്. കൊച്ചു കുട്ടിയോട്ട് വലിയവര് അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളായാലും പോലും ശ്രദ്ധിച്ച് ചെയ്യേണ്ടി വരും. അതിപ്പോ നമ്മൾ റീൽസ് ആയപ്പോൾ നമ്മൾ ചെയ്യുന്ന റീൽസ് ആയപ്പോൾ ആദ്യം തുടക്കത്തിൽ നമ്മൾ ചെറിയ ചെറിയ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള വേർഡ്സ് ഞങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും അത് മാറ്റി ഇവിടെ കൂട്ടിയത്. അപ്പൊ അത് അതിന്റെ ഒരു ഭാഗമാണ്. കാര്യം ഞങ്ങളിലൂടെ അത് ബാക്കിയുള്ളവർ അത് ഇൻഫ്ലുവൻസ് ആവണ്ട എന്ന് കരുതിയാണ് പിള്ളേർക്ക് ആരായാലും അങ്ങനെ ഇൻഫ്ലുവൻസ്. അതിപ്പോ സിനിമയിലും ഉണ്ട്, ഫിലിമിൽ ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ആവും പല കാര്യങ്ങളും. അപ്പൊ ഒരു റോള് ചെയ്യുമ്പോഴും നമ്മളത് മാക്സിമം അത് ഇപ്പൊ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. പല ആക്ടേഴ്സിനും അത് ചെയ്യേണ്ടി വരും. ബിക്കോസ് ആ റോൾ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് ചെയ്യേണ്ടി വരും. അത് പക്ഷെ കാണുന്നവര് മനസ്സിലാക്കണം. അതായത് ആ റോളാണത്, ഒരിക്കലും ആ വ്യക്തിയല്ല. ആ വ്യക്തി വന്നിട്ട് അവിടെ വന്നിട്ട് ഞാൻ ഒരു സിഗരറ്റ് വലിക്കുന്ന ആളാണ് അല്ലെങ്കിൽ പബ്ലിക് പ്ലേസിൽ നിന്ന് കള്ളു കുടിക്കുന്ന കാണില്ല. അത് കാണുന്ന പ്രേക്ഷകർ മനസ്സിലാക്കണം. അതൊരു വ്യക്തിയാണ്, ഒരിക്കലും അത് പേഴ്സണലി അത് കൊണ്ടൊന്നും ഇടരുത്. മനസ്സിലായില്ലേ? കറക്റ്റ് അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമുക്ക് റോൾസ് വരെയാണെങ്കിൽ നമ്മളത് സ്വീകരിക്കും. പക്ഷെ കാണുന്ന പ്രേക്ഷകർ അത് എപ്പോഴും ചിന്തിക്കുക നമ്മളല്ല, അത് ആ ക്യാരക്ടറാണ്. ഓക്കെ, അത് മാത്രമാണ് ഓഡിയൻസ്. പിന്നെ നമ്മളെ മലയാളി ഓഡിയൻസ് കുറച്ചുകൂടെ ഐക്യമുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് നമുക്ക് നല്ല മൂവീസ് എപ്പോഴും കിട്ടുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അടുത്ത പിന്നെ പുതിയ പുതിയ ഡയറക്ടേഴ്സിന് പ്രചോദനം വരുന്നത് അതാണ്. നല്ല മൂവീസ് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ സ്വീകരിക്കുക എന്നുള്ള ഒരു ധാരണ എല്ലാവർക്കും ഉള്ളത് കൊണ്ടാണ് നല്ല ഡയറക്ടേഴ്സ് വരുന്നതും പുതിയ പടങ്ങൾ അവസരം വരുന്നത്, പുതിയ ആക്ടേഴ്സ് വരുന്നതും, പുതിയ ടെക്നീഷ്യൻസ് വരുന്നതും ഒക്കെ. സോ അതാണ് അതിന്റെ ആൻസർ. ചോദിച്ച ചോദ്യങ്ങൾ തന്നെ കേട്ട് മനസ്സ് മടുത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പൊ വെറൈറ്റി ആയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വെറൈറ്റി ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ വെറൈറ്റി ആക്കാം നമുക്ക്. അപ്പം ഞാൻ 3 ഓപ്ഷൻസ് ഞാൻ ഇങ്ങനെ പറയാം. നിങ്ങൾക്ക് അതിൽ എന്താണ് വേണ്ടത് ഫസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ പോകാം. അതായത് നമുക്ക് ഫസ്റ്റ് ഒരു ഐസ് ബ്രേക്കിംഗ് ഉണ്ട്. അതായത് കുറച്ച് റാൻഡം ഒരു 19 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഐസ് ബ്രേക്കിംഗ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചിങ്ങനെ ആധികാരികമായിട്ട് എല്ലാവർക്കും പറയാൻ പറ്റിയ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഓക്കെ, പിന്നെ നമുക്കൊരു എന്താ പറയാ, നമ്മൾ സ്ഥിരമായിട്ടുണ്ട് ഒരു സെഗ്മെന്റ് ഉണ്ട്, പഴയ പരിപാടി. അപ്പൊ ഇതിൽ എന്താ ആദ്യം വേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും? നമുക്ക് ഐസ് ബ്രേക്കിംഗ് തുടങ്ങാം. ഐസ് ബ്രേക്കിംഗ്, അതെ അല്ലേ? ഓക്കെ, സബിൻ ചേട്ടൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആണോ? മിണ്ടൂല അധികം. അണ്ണ മിണ്ട്. അല്ല, ഇത്രയും ആൾക്കാരെ കൂടെ നിങ്ങൾ സിനിമയും മൂവീസിലും നമ്മളൊരു എനർജി പ്രതീക്ഷിക്കില്ല. നിങ്ങൾ ഒരു വൻപൊളി ഡയറക്ടർ ആയിരിക്കുമല്ലോ അല്ലേ? പൊള്ളിയല്ലേ? അപ്പൊ ആദ്യം തന്നെ നമുക്ക് നമ്മൾ ഡയറക്ടറെ പറ്റി നല്ലൊരു 2 കാര്യം നിങ്ങൾ തന്നെ ആരെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നേരെ ആശിർ പറയാനല്ലേ? ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നമ്മുടെ ഡയറക്ടറിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട്
കാരണം അദ്ദേഹത്തിന് ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് കാണുന്നത്. അപ്പം ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു വലിയൊരു കൊടുക്കണല്ലോ മൂപ്പർക്ക്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ക്യാമറയുടെ മുന്നിൽ വന്നുള്ള പരിപാടിയൊന്നും അങ്ങനെ ഇല്ല. അതിന്റെ പിറകെയാണ്. അതെ, ഇപ്പം ആളിപ്പം ഒരു ഡയറക്ടർ എന്ന നിലയിൽ അടിപൊളിയാണ്. മനസ്സിലായി. ബാക്കിയുള്ളതിൽ മോശമെന്നല്ല. ആളിപ്പോ ഇവിടെ മിണ്ടായിരിക്കുന്ന വെച്ചാൽ ആളങ്ങനെ ഇങ്ങനത്തെ ഉള്ള പരിപാടികൾക്കൊന്നും വന്ന് സംസാരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പെട്ടെന്ന് ഇത്രയും ക്യാമറയൊക്കെ വെച്ച് ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന അതൊന്നും ആളങ്ങനെ ഫേസ് ചെയ്തിട്ടില്ല. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടാണ്. ചേട്ടൻ വന്നോണ്ടാണ്. അല്ല, പക്ഷെ വലിയ മാറ്റം ഉണ്ട് ഇവർക്ക്. കാരണം കഴിഞ്ഞ തവണ ഫസ്റ്റ് സംസാരിക്കുമ്പോൾ കുറച്ചൊരു എന്താ പറയാ, എനിക്കൊരു അലാണ് ഏറ്റവും കൂടുതൽ വർത്താനം പറയാം. ബാക്കി ഇപ്പം അജനാണെങ്കിലും വിനായകാണെങ്കിലും ഹാഷറാണെങ്കിലും ഇങ്ങനെ പതുക്കെ പതുക്കെ ഇടയ്ക്കൊക്കെ ഓരോ തഗ്ഗക്കിട്ട് പോകലായിരുന്നു. ഇപ്പൊ നിനക്ക് നല്ല മാറ്റം ഉണ്ടാ. അതിപ്പോ ഇതിങ്ങനെ ഒരു ആളെ കാര്യമുണ്ട്. അങ്ങനെ ഇപ്പൊ ഒരു ഡയറക്ടർ എന്ന നിലയിലല്ലാതെ നല്ലൊരു കൂട്ടുകാരനാണ്. അപ്പൊ ആ കൂട്ടുകാരൻ ഒരു സിനിമ എടുത്ത് എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് നമുക്ക് ആ ഫീൽ ചെയ്യുന്നത്. ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്, മനസ്സിലാക്കി തരുന്നത്. നമ്മളെ 4 പേരെടുത്തും ആൾ നിൽക്കുന്ന ഒരേ രീതിയല്ല. ഓരോരുത്തരുടെ ക്യാരക്ടർ ഒരാൾക്ക് പിടികിട്ടി. കാര്യം അങ്ങനെ പിടികിട്ടിയ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ പടം തുടങ്ങിയ സമയത്തെ നമ്മൾ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, സ്ക്രിപ്റ്റ് വരുന്ന മാറ്റം വരുന്ന എല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച്. അപ്പം അത്രയും ആൾ സംസാരിക്കുന്ന ആളോട്ട് അത്രയും ക്ലോസ് ആണ്. അപ്പം ആൾക്ക് എന്തുകൊണ്ട് നമ്മുടെ അടുത്ത് ഒന്ന് പറയാം, എന്തെങ്കിലും പറഞ്ഞാൽ അവൻ അങ്ങനെ ആവോ, ഇങ്ങനെ പറയാം, എടാ നീ അത് ചെയ്യണ്ട, ഇത് ചെയ്യ്, അങ്ങനെയൊക്കെ ഓരോ കാര്യം പറഞ്ഞ് ഗൈഡ് ചെയ്യുന്നു. കാര്യം ഗൈഡ് ചെയ്യേണ്ട ആവശ്യം എന്ന് വെച്ചാൽ നമ്മളിതിപ്പോൾ ഒരു ആദ്യമായിട്ട് അഭിനയിക്കുന്ന, അതായത് ഫുൾ അഭിനയിക്കുന്ന ഒരു പടം ഒഴുനീളം അല്ലേ. അങ്ങനെ ഒരു പടത്തിൽ നമുക്ക് പല കാര്യങ്ങളും ആവശ്യമാണ് പറഞ്ഞു തരാൻ വേണ്ടി. ഇവർക്ക് അത്ര എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടേ ആൾ ആദ്യത്തെ പടം ആണെങ്കിൽ കൂടിയും ആൾ എത്ര വർഷമായിട്ട് ഈ മേഖലയിൽ നിൽക്കുന്നതാണ്. ബാക്കി ഇതാണ് പറ്റിയൊരു ആൾക്കാരെ ഒരുപാട്. ഓക്കെ, അപ്പൊ നമുക്ക് വരുന്ന സമയത്തിൽ അതൊക്കെ നമുക്ക് പറയാം. അപ്പൊ ഞാനിപ്പോ ഐസ് ബ്രേക്കിംഗ് പോട്ടെ. പോവാം നമുക്ക്. ഐസ് ബ്രേക്കിംഗ്. ഓക്കെ, അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ സെറ്റിലെ ഫുഡ് തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ ആരായിരിക്കും? പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാല് അത് ഏറ്റവും ഫുഡി ആരാന്നാണ് എന്റെ ചോദ്യം. സവിനാണ് കൈ ചൂണ്ടണം നമ്മള്. സവിൻ ചേട്ടൻ തന്നെയാണ്. കട്ട് പറഞ്ഞു ഓടി എന്റെ കൂടെ എന്നെക്കാലം മുമ്പേ കാണും. ആളെ ഓടുന്നതാണ് നമുക്ക് പ്രചോദനമായത്. കൂടെ ഓടി തുടങ്ങി. ഓക്കെ, ഇനി ഞാൻ നല്ലൊരു ആക്ടർ ആണ് എന്ന് സ്വയം ഒരു തോന്നലുള്ളത് ആരാണ് ഈ കൂട്ടത്തിൽ? അങ്ങനെ ശബരിക്ക എന്താ നിങ്ങൾക്ക് എന്താ തോന്നണേ? ശബരിക്കാണ്. അതെന്താ അങ്ങനെ? അതെന്തോ കാരണം എന്താ? നല്ലൊരു പിന്നെ കട്ട് പറഞ്ഞാൽ അഭിനയിച്ചത് മറ്റേ ഇന്റർവ്യൂല് ശരിക്കും അങ്ങനെ തന്നെയാണോ? അത് ശബരിക്ക അവന്റെ ഉള്ളിൽ അങ്ങനെ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് അവന്. ആക്ടർ ആണെന്നല്ല, ആക്ടർ ആണെന്നല്ല, അവനെ ചെയ്യാൻ പറ്റും. മാത്രമല്ല അവൻ എല്ലാ ഇന്റർവ്യൂസിലും പറയാറുണ്ട്, ഞാൻ അഭിനയ മോഹത്തിൽ വന്നതാണ്, എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട്. അപ്പൊ ഓൾറെഡി അവൻ അതായത് നെഗറ്റീവ് ആയിട്ടല്ല, ശബരി നല്ല അടിപൊളി. അപ്പം ആ ഒരു സംഭവം നമുക്ക് ഇനി ഒരുപാട് നല്ല സിനിമയിലൂടെ വരട്ടെ. അടിപൊളിയാവട്ടെ, ആ രീതി പറഞ്ഞു. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കുറച്ചൊരു സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സെറ്റിൽ നിന്ന് ഒരാളെ മാറ്റണം എന്നുണ്ടെങ്കിൽ ആരെയായിരിക്കും മാറ്റുക? ആരായിരിക്കും മാറ്റുക? സവിൻ സാർ അവിടെ കൈ ചൂണ്ടിയാ മാറ്റെന്ന് പറഞ്ഞാൽ ഞാൻ നെഗറ്റീവ് ആയിട്ടുള്ള സാധനമല്ല പറയുന്നത്, മനസ്സിലായില്ലേ? ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു ഒച്ചും ബഹളം ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടിട്ട് ഒന്ന് ഒരാളെ അങ്ങോട്ട് ആക്കുകയാണെങ്കിൽ ഈ കൂട്ടത്തിൽ ആരായിരിക്കും? അപ്പൊ ഏറ്റവും കൂടുതൽ ഒച്ച ഉണ്ടാക്കണ ആരാന്നാ ചോദിക്കണേ? അലൻ. അല്ല, പക്ഷെ അലൻ ആക്റ്റീവാ നല്ല. അതുകൊണ്ട് അതുകൊണ്ടാ പറഞ്ഞു തന്നെ നിന്നെ പറയാൻ വേണ്ടി. നിങ്ങളുടെ ഒരു ഗ്രോത്ത് ഉണ്ടല്ലോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് പറയുകയാണെന്നുണ്ടെങ്കിൽ. കാരണം ഈ പറഞ്ഞ പോലെ വളരെ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് കണ്ടന്റുകൾ നമുക്ക് എത്തിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് നമുക്ക് കമന്റ്സ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം, അതായത് നിങ്ങൾ എന്തുമാത്രം ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു 2 ആൾക്കാരാണെന്നുള്ളത്. സോ ഒന്നാമത്തെ കാര്യം, സോഷ്യൽ മീഡിയയിലെ ഞങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ. ഒരു ലൈവ് പരിപാടിക്ക് പോയി ഒരു ക്രൗഡിനെ ഞങ്ങൾ അങ്ങനെ ഫേസ് ചെയ്തിട്ടില്ല. 1-2 ഇവൻറ്റ്സ് പങ്കെടുത്തൊന്നല്ലാതെ അതും ഒരു ക്ലോസ്ഡ് സർക്കിളിലുള്ള പരിപാടിയായിരുന്നു. ഒരു ഓപ്പൺ ഒരു ലൈവ് ഇവൻറ്റിൽ ഞങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. കമൻസ് വരുന്ന സമയത്ത് നമുക്ക് ഓഫ് കോഴ്സ് അറിയാം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള സാധനം അറിയാം. പിന്നെ
കോൺഷ്യസ് ആയിട്ട് ഇതിനെ നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം, അങ്ങനെ പ്ലാനിങ് ഒന്നുമില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര ദിവസം നിൽക്കുന്ന അറിയില്ല. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോഴും എനിക്ക് ഏറ്റവും താല്പര്യമുള്ളത് വർക്കാണ്. ഞാൻ ഒരുപാട് ചെറുപ്പം മുതൽ ഇങ്ങനെ ആഗ്രഹിച്ചാണ് ഇവിടെ വന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി അതാണ്. പിന്നെ ഞാൻ ഒരുപാട് ഇപ്പം ഞാൻ എൻ്റെ ഐഡൽസ് എന്ന് പറഞ്ഞ കുറേ പേരുണ്ട്. അത് സിനിമ റിലേറ്റഡ് അല്ല. ഇപ്പം ഞാൻ ഭയങ്കര ക്രിക്കറ്റ് ഫാനാണ്. അപ്പം ഞാൻ പല ഇൻ്റർവ്യൂസും കാണുമ്പോൾ അവരുടെ പല സാധനങ്ങളും ഞാൻ എടുത്ത് മനസ്സിലാലോചിക്കാറുണ്ട്. ഇപ്പോൾ ധോണി ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത്, ഞാൻ പെട്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ കേട്ടോ, ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, പുള്ളിയുടെ ഫാൻ ഫോളോയിങ്ങിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നുണ്ട്, എൻ്റെ ഏരിയ ക്രിക്കറ്റാണെന്ന് എനിക്കറിയാം. ഇഫ് ഐ ടേക്ക് കെയർ ഓഫ് മൈ ക്രിക്കറ്റ് എവറിത്തിങ് എൽസ് വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ് സെൽഫ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ഇത് ഫോളോ ചെയ്താൽ ബാക്കിയെല്ലാം വന്നോളും. ഞാൻ അതിനെ ഫോളോ ചെയ്യുന്നത് ചിലപ്പോൾ ഇത് പോകും. അപ്പോൾ വർക്കാണ് ബേസിക്. അത് എക്സൈറ്റ് ചെയ്യുന്ന അത്രയും നമുക്ക് അല്ലാത്ത നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫെയിമൊന്നും എക്സൈറ്റ് ചെയ്യിക്കുന്നില്ല. അതിനേക്കാൾ ഇഷ്ടം വർക്ക്. അതിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് സമയം പോകുന്ന അറിയില്ല. അത് അതിൻ്റെ വഴിക്ക് നടന്നോളും. അത് നമ്മൾ പ്ലാൻ ചെയ്തിങ്ങനെ ചെയ്തൊന്നുമല്ല, അതിൻ്റെ വഴിക്ക് പൊക്കോളും എന്നുള്ളൊരു തോന്നലാണ്. ശബരി ഇപ്പം നമ്മൾ സവിൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനത്തെ ഒരു ആക്ടറായിട്ട് മാറണം എന്നാണ് ശബരീൻ്റെ മനസ്സിലുള്ളൊരു പ്ലാൻ എന്താണ്? ആദ്യം ഇതുപോലത്തെ ചെറിയ റോളുകൾ ചെയ്ത് വന്നിട്ട് പിന്നെ ഒരു മെയിൻ സ്ട്രീം സ്റ്റാർ ആവണമെന്ന് തന്നെയാണ് ആഗ്രഹം. ആണ് കൈയടിക്കുന്നു. ഓക്കെ, ശബരി ആക്ച്വലി പഠിക്കുവാണോ എന്താ ചെയ്യുന്നത്? പഠിച്ചു കഴിഞ്ഞു, ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞു. അപ്പോൾ ചെറിയ കുട്ടിയാണ് അല്ലേ? ചെറിയ കുട്ടി. എത്ര വയസ്സുണ്ട്? 22. 22. നൈസ്. ആദ്യം ചെയ്ത സിനിമ വ്യസന സമേത ബന്ധുമിത്രാദി. ഓക്കെ ഓക്കെ, അത് സെയിം അല്ലേ? നമ്മളെ ബാനറിൽ തന്നെ വരുന്ന പടമാണ്. അതെ. ഒബ്വിയസ്ലി. അപ്പൊ നിങ്ങൾക്ക് പരിചയമുണ്ട്, അങ്ങനെയാണോ നിങ്ങൾ വന്നേ? ഞാൻ ആളുടെ വീഡിയോസൊക്കെ നേരത്തെ കാണുമായിരുന്നു. അപ്പം അവനവിടെ അഭിനയിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് പരിചയമുണ്ട്. നിങ്ങളുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ അതായത് എങ്ങനത്തെയൊക്കെ ക്യാരക്ടറൊക്കെ ചെയ്യണം എന്നാണ് നിങ്ങളുടെ മൈൻഡിലുള്ളത് ശരിക്കും പറഞ്ഞാൽ? നല്ലൊരു ക്യാരക്ടർ ചെയ്യണം എന്നാണ് ആഗ്രഹം. നായിക മാത്രമെന്നല്ല, മൂവിയിൽ നല്ല ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ ചെയ്യണം എന്നാണ്. ആരാധ്യ? അത് നല്ല ഡെപ്ത് ഉള്ള പോലത്തെ ക്യാരക്ടേഴ്സ്, കൂടുതലും ആക്ടിങ് പ്രസൻസ് ഉള്ള പോലൊക്കെ, അങ്ങനെയൊക്കെയാണ് ആഗ്രഹം. അല്ല, സംസാരിക്കുന്ന കേട്ടായിരുന്ന പതുക്കെ പറയുന്നേ. അതാ ആളടുത്ത ക്വസ്റ്റ്യൻ പറയുമ്പോഴും അവള് സംസാരിച്ചോണ്ടിരിക്കുന്നത്. അല്ല, ഇങ്ങനെ ഡെപ്ത് ഉള്ള പോലത്തെ ക്യാരക്ടേഴ്സ്, നമുക്ക് ഡെപ്ത് ഉള്ള പോലെ, ആക്ടിങ് പ്രസൻസ് ഉള്ള പോലെ, അതിന് ഇമ്പോർട്ടൻസ് ഒക്കെ ഉള്ള പോലെ. ആണ്. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ദേവരാജ് ആക്ച്വലി നിങ്ങൾക്ക്, അതായത് നിങ്ങൾ ഈ ഡയറക്ടർ ആ ഒരു സാധനം കൂടി ഉണ്ടോ നിങ്ങൾക്ക്? അതായത് അങ്ങനത്തെ ഒരു ആഗ്രഹം കൂടി ഉണ്ടോ മനസ്സിൽ? ഡെഫിനറ്റ്ലി ഉണ്ട് അല്ലേ? ഞാൻ പടത്തിലൊരു ഏഡി ആയിട്ടൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് ചോദിക്കാൻ കാരണം. അപ്പൊ അഭിനയാണോ അല്ലെങ്കിൽ ആക്ച്വലി അത് പടത്തിലെ ഏഡി അല്ലായിരുന്നു. അല്ല, അഭിനയിച്ചതല്ലേ ഇത്? പടത്തിൽ ഏഡി ആയിട്ടാണ് എന്റെ ക്യാരക്ടർ. അപ്പൊ കുറെ പേര് ആ ഫോട്ടോസ് ഉണ്ട്, ഞാൻ അതിൽ ഏഡി ആയിട്ട് വർക്ക് ചെയ്യുമെന്ന് വിചാരിച്ച് ചോദിക്കുന്നുണ്ട്. അത് അല്ല, അത് ഡെഫിനറ്റ്ലി താല്പര്യമുണ്ട്. പടത്തിൽ അങ്ങനെ വന്നതല്ല, അതെന്തോ അങ്ങനെ സംഭവിച്ചതാണ്. പടത്തിലെ ക്യാരക്ടർ നമ്മളത് താല്പര്യമുള്ളതുകൊണ്ട് ചെയ്തതല്ല. പക്ഷെ ഒരു ഡിറക്ഷൻ താല്പര്യമുണ്ട്. അതീ പറഞ്ഞ നമുക്ക് എല്ലാവർക്കും റീൽസ് കുറച്ചെല്ലാം ചെയ്ത് നമ്മൾ തന്നെ ഒരു സ്റ്റോറി ഉണ്ടാക്കി നമ്മൾ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻട്രസ്റ്റ് ഭയങ്കരമായിട്ട് കയറും. നമ്മൾ പോലും അറിയാണ്ട് ഈ പറഞ്ഞ പോലെ അതിങ്ങനെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ? അത് എല്ലാം നമ്മൾ തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പം അത് ഡെഫിനറ്റ്ലി ഉണ്ട്. ഞാൻ ഇതിന് മുന്നേ വേറെ ഷോർട്ട് ഫിലിംസും ചെയ്തിട്ടുണ്ട്, ഡയറക്ട് ചെയ്തിട്ടുണ്ട്. വിനായകനും ആഷറും അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്. വിനായകല്ലേ? വിനായകൻ കുറെ കഥകൾ ഉണ്ട് അല്ലേ? പക്ഷെ വിനായകൻ എന്ന് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന്, അപ്പൊ വിനായകും ഹാഷിറിനും ആണ് ഡയറക്ട് ചെയ്യാൻ ആഗ്രഹമുള്ളത്, അലനില്ല, അജിനുമില്ല. ഇവര് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ. അപ്പൊ നിങ്ങളുടെ ഒരു ടൈപ്പ് ഓഫ് ഒരു സിനിമ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക്? ഒന്നുമില്ലേ, ഇവര് പറയുന്നത് ചെയ്യുന്നതാണ് ഇഷ്ടം. കേട്ടല്ലേ? ഞാൻ കേട്ടു. അല്ല, ചോദ്യം അതണ്ട. ഇല്ല, പറ, എങ്ങനത്തെ ഒരു സിനിമയാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്? വിനായക പറ. വിനായക് പറ. വിനായകിന്റെ പണിയൊക്കെ മാറിയില്ലേ? സയൻസ് ഫിക്ഷൻ ആയിരിക്കും. എന്നടാ അങ്ങനെ ഒരു തരത്തിലുള്ളൊരു ഇതിലല്ല. പിന്നെ അന്നേരം ജേണർ എന്തായിരിക്കും? അതാ പറഞ്ഞത്, ഒരു തരത്തിൽ ഒരു ജേണറായിരിക്കും മൾട്ടിപ്പിൾ ജേണേഴ്സ് ട്രൈ ചെയ്യും പുള്ളിക്കാരൻ. ടാലന്റ്. ഓക്കെ, ഹാഷിറോ? റോംകോം. നിങ്ങളുടെ മെയിൻ ഒരു കോമഡിക്ക് പ്രാധാന്യമുള്ള. അതെ, കോമഡിക്ക് മെയിൻ. അപ്പൊ എഴുത്ത് നിങ്ങൾ തന്നെ ചെയ്യുവോ അതോ എങ്ങനെയാ? ഇല്ല, എഴുതിപ്പിക്കും. എഴുതിപ്പിച്ച് ഡയറക്റ്റ് ചെയ്യാൻ മാത്രമാണ് ഇഷ്ടം? രണ്ടിലും ഇടപെടും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ കണ്ടന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തന്നെ എഴുതുന്ന സാധനമാണല്ലോ അത്. അപ്പൊ നിങ്ങൾക്കുള്ള ഒരു സ്റ്റഫ് ഭയങ്കര ഇതാണല്ലോ. അപ്പൊ എഴുതുന്നതിനെ പറ്റി ചിന്തിക്കുന്നില്ല. അതായത് ആ റീൽ അതങ്ങനെ സിനിമ രാപ്പകല് വ്യത്യാസമാണ്. അതെ അതെ അതെ. അപ്പം അതങ്ങനെ ആയെന്ന് വെച്ച് സിനിമയിൽ അത് വരണമെന്നില്ല. അപ്പൊ അതിനെ പറ്റി ഒന്ന് മനസ്സിലാക്കണം ആദ്യം. അപ്പൊ അതിന് സമയം വേണം.
സമയം വേണം. റീൽ കോമഡി ഭയങ്കര ഡിഫറെന്റ് ആണ്. റിയൽ കോമഡി മാത്രമല്ല, നമ്മൾ ജസ്റ്റ് എടുത്തെടുത്തോണം. അതിൽ നമ്മൾ ഷോർട്ട് വൈസ് ഒന്നും അങ്ങനെ ചിന്തിക്കുന്നൊന്നുമില്ലല്ലോ. സിനിമയാകുമ്പോൾ അത് മാറും. 1 മിനിറ്റിന്റെ കാര്യങ്ങളൊക്കെ അല്ല, അപ്പൊ അത് ഒരുപാട് പരിപാടികളുണ്ട്. അത് ആഗ്രഹമാണ്, അത് ഓരോന്നൊക്കെ. അതെ അതെ, നല്ല കാര്യമാണ്. നിങ്ങൾക്ക് ഏതൊരു മൊമെന്റിലാണ് എക്സാക്ട്ലി നിങ്ങളൊക്കെ മനസ്സിലാക്കിയത്, അതായത് നമ്മളൊരു ആക്ടിങ് ആണ് എൻ്റെ ഒരു സംഭവം എന്നുള്ളതൊക്കെ? അത് വീഡിയോ ചെയ്ത് ഒരു ടൈം കഴിഞ്ഞ് നമ്മൾ ഇതിൽ മാത്രം നിന്ന ടൈമിലോട്ട് മനസ്സിലാക്കി ഇതാണ് നമ്മളെ മെയിൻ, ഇതിലൂടെയാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ കണ്ടെത്തുക. ഫ്യൂച്ചർ അതാണ്. അതല്ല ഞാൻ ചോദിക്കുന്നത്, ആക്ടിങ് എന്ന് പറഞ്ഞാൽ പിന്നെ സിനിമയല്ലേ, ജീവിതത്തിൽ. അല്ല, ഈ പറയുന്ന എല്ലാവർക്കും അതായത് ഞാൻ ചോദിച്ചത് എല്ലാവർക്കും ഉള്ള ചോദ്യം കേട്ടോ അത്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇപ്പം നിങ്ങൾ 5 പേരും ചെയ്യുന്നത് ഒരു കൈൻഡ് ഓഫ് വർക്കാന്ന് വെച്ചോ. ബാക്കി ഇപ്പം നമ്മൾ 3 പേരാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു ആക്ടർ ആണ് എന്നുള്ളൊരു സംഭവം നിങ്ങൾക്ക് വന്നു തുടങ്ങിയത്? അതേപോലെ തന്നെ നിങ്ങളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിപ്പം കണ്ടന്റ് ഉണ്ടാക്കുന്ന ആക്ച്വലി അത് ഭയങ്കര നല്ല വലിയ പരിപാടിയാണ്. അപ്പം അതിന്ന് പിന്നെ ഒരു മൊമെന്റിൽ നമുക്ക് മനസ്സിലാവുമല്ലോ, ഐ ആം ബിക്കമിങ് എൻ ആക്ടർ. ആ ഒരു മൊമെന്റ് നിങ്ങൾക്ക് എന്നായിരുന്നു ഞാൻ ചോദിച്ചത്. റീൽ ചെയ്യുന്ന സമയത്ത് നമ്മളെ റീൽ എന്ന് പറയുന്നത് വെച്ചാൽ ഒരു നോർമലി നമ്മൾ കാണിക്കുന്നതും അല്ലാതെ കുറച്ച് ആഡൊക്കെ ചെയ്ത് അങ്ങനെ പോണ ഒരു തമാശയ്ക്ക് വാല്യൂ ചെയ്ത് പോണേന്ന്. അങ്ങനെ അവിടെ അഭിനയം നമ്മളങ്ങനെ കൂടുതൽ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു നമുക്കത് കൂടുതലും മനസ്സിലായത് വാഴ 2 ചെയ്ത ശേഷമാണ് തോന്നുന്നു. അതാണ്. അതിന് മുന്നേ നമ്മളങ്ങനെ അത്ര നമ്മളെ വീഡിയോ കാണുമ്പോൾ പറയാം, അതായത് നമ്മൾ അതിനല്ല വാല്യൂ കൂടുതൽ കൊടുക്കുന്നത്. ആ വീഡിയോ എങ്ങനെ രസമാക്കാം, എന്താണ് ചിരിപ്പിക്കാൻ, എന്തൊക്കെ ചെയ്യാം, ആ ഒരു നമ്മളെ മെയിൻ ഐറ്റം എന്താണ് അത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ. അതിൽ അഭിനയിക്കില്ല, നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്തങ്ങ് പോവുക, ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ അഭിനയം എന്നുള്ള രീതിയിൽ കൂടുതൽ നമ്മൾ തോന്നിയത് സിനിമയ്ക്ക് ശേഷമാണ്. സിനിമയ്ക്ക് ശേഷമാണ്. ഓക്കെ, ദേവരാജന് എങ്ങനെയായിരുന്നു? എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന മുതലേ അഭിനയമാണ് എൻ്റെ ഏരിയ എന്നുള്ളൊരു തോന്നലുള്ളിലുണ്ട്. ഇപ്പോഴും ഞാനിടയ്ക്ക് എൻ്റെ കൂടെ മറ്റേ പുള്ളിയുണ്ട്, നന്ദഗോപൻ. ഞാനും നന്ദഗോപനും വായിച്ച ഞങ്ങൾ 3 പേരും 1ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിക്കുന്നവരാണ്. ഞങ്ങൾ പണ്ടേ നാടകങ്ങൾ ചെയ്യും. എനിക്കിപ്പോഴും ഓർമ്മ 7ാം ക്ലാസ്സിലൊരു നാടകത്തിന് കയറി സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ പരിപാടി ഇതാണ്. അന്ന് അവിടെ കയറി നമുക്ക് അപ്പം കിട്ടുന്നൊരു ഹൈ ഉണ്ട്. അന്ന് നാടകം കഴിഞ്ഞ് കിട്ടുന്നൊരു കയ്യടിയും പരിപാടിയെല്ലാം കണ്ടപ്പോൾ ഓക്കെ, ഇതാണ് നമ്മുടെ ഏരിയ. അന്ന് മുതൽ ഇതുണ്ട്. പക്ഷെ അന്നൊക്കെ ഭയങ്കര അൺറിയലിസ്റ്റിക് ഡ്രീമാണ്. നമ്മളത് തമാശയ്ക്ക് പറയുന്ന ഒരു സാധനമാണ്. പിന്നെ യുറേക്കൊക്കെ തുടങ്ങി കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് വൈറലായി. ഇങ്ങനെ കുറച്ച് ഫിലിം ഫീൽഡിൽ കുറച്ച് പേരൊക്കെ നമുക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ച് ഹായ് എന്നൊക്കെ പറയുന്ന സമയത്താണ് ആടാ നമ്മൾ അവിടെയൊക്കെ എത്തി എന്നുള്ളൊരു തോന്നൽ. അപ്പോഴാണ് യുറേക്ക തുടങ്ങിയപ്പോഴാണ് നമുക്ക് അൺറിയലിസ്റ്റിക്. നിങ്ങളൊക്കെ എപ്പോഴെങ്കിലും ആരെങ്കിലും അതായത് സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടോ? സ്ക്രിപ്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് വിളിച്ചിട്ടുണ്ടോ? ഉണ്ട്, ഒബ്വിയസ്ലി ഉണ്ടാവും. നിങ്ങൾക്കോ? ഇല്ലേ? ട്രൈ ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. അതെന്താ? ഇല്ല, അവർക്ക് അത് ഉപയോഗമാണ് ആവശ്യം. അതായത് മെയിനായിട്ട് നമുക്ക് ഉപയോഗം വരില്ല, അതുകൊണ്ട് അവർക്കാണ് മെച്ചം. അതുകൊണ്ട് അത് ചെയ്യാറില്ല. അത് നമ്മൾ പയ്യെ നമ്മളായിട്ട് അങ്ങ് മാറി. അത് ആ സമയത്ത് ചിന്തിച്ചു അത് വേണ്ടെന്ന്. ഓക്കെ, നൈസ്.